കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം ദൃഷ്ടാടനം. കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം, ദൃഷ്ടാവമായി തുപ്ലോദയം. നീ അറിഞ്ഞോ വേണ്ടേ പാരിക്ഷോപ്തിയായോ, തുലം തുച്ഛം മോഹിച്ചല്ലോ ഞാൻ. കാറ്റുപോയോ വേണ്ടേ ഇഷ്ടകാന്തം നീയേ, ഉള്ളിൽ തുള്ളിച്ചാടും പൂക്കും ചന ഭിന്നം ചടപടയോളം. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം ദൃഷ്ടാടനം. കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം, ദൃഷ്ടാവമായി തുപ്ലോദയം. നിൻമാറത്ത് വേടം തേടിയ മലനിരയോ, ആകവിളത്തെ പിഞ്ഞാണത്തിൽ മോരിൽ മുങ്ങിയ കുന്തിതമോ. നിൻപാട്ടിൽ മുട്ടാതോട്ടം, നിൻ വരിക്കപ്ലാവിൻ തോട്ടം, ഇനി സുമ്മക്ഷോഭിയാകണം നീ. പൊക്കാളിപ്പൂം കാറ്റ് എന്നിഷ്ടരാഗ പാട്ട്, നീ എന്നെ നോക്കും നേരം നെഞ്ചിൽ ടിഷും 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 ടിഷും. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം ദൃഷ്ടാടനം. കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം, ദൃഷ്ടാവമായി തുപ്ലോദയം. മഞ്ചരിയോ ശ്രതകാകളിയോ, രണ്ടാം പാദത്തിൽ പ്യാരിതയോ. നിൻ ചട്ടികളിൽ ഒരു ചീലാവായി എന്നും നീന്താൻ തോന്നുവതോ. ഹാപ്പി ന്യൂ ഇയർ ഞാനും റിപ്പബ്ലിക് ഡേയോ നീയും, ഒരു ഹോളിഡേയിൻ അർമാദമാ. 100 കിന്തൽ പൊന്നെ നിൻ തുത്തളാക്കം കണ്ട് ഒട്ടിച്ചേരും നെയ്ച്ചോറായി നമ്മൾ ഡിസ്കോ ഡിസ്കോ ഡിസ്കോ. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം ദൃഷ്ടാടനം. കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം, ദൃഷ്ടാവമായി തുപ്ലോദയം. നീ അറിഞ്ഞോ വേണ്ടേ പാരിക്ഷോപ്തിയായോ, തുലം തുച്ഛം മോഹിച്ചല്ലോ ഞാൻ. കാറ്റുപോയോ വേണ്ടേ ഇഷ്ടകാന്തം നീയേ, ഉള്ളിൽ തുള്ളിച്ചാടും പൂക്കും ചനം ഭിന്നം ചടപടയോളം. താങ്ക് യു. രണ്ടാം ഭാഗത്തില് അന്തിമ രണ്ടക്ഷരം കുറഞ്ഞ വ്യക്തിയാണ് നീ. അൻവർക്ക് സൂപ്പർ. താങ്ക് യു. അൻവർക്ക് ഇതിന്റെ അർത്ഥമൊക്കെ അറിഞ്ഞിട്ടാണോ പാടിയത്? അർത്ഥം തീരെ ഇല്ല, അർത്ഥമില്ലാതെ ഉണ്ടാക്കിയ പാട്ടാ. ഒരു പ്രഭാതത്തിൽ ഒരു കോൾ വന്നു ദീപകിന്റെ ഭാഗത്തുനിന്ന്. ഇപ്പൊ എത്താൻ പറ്റുമെന്ന് ചോദിച്ചു. ആ സമയം എനിക്ക് തോന്നുന്നു ആ സമയത്ത് ജിസ്മോൻ കൂടെ ഉണ്ട്, വരികൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയും ഇപ്പം എഴുതാൻ പറ്റില്ല, ട്രിവാൻഡ്രത്ത് ഇതുവരെ വരാൻ ഒരു 5 മണിക്കൂർ എനിക്ക് സമയം തരണം, ഞാൻ വന്നോളാം, വണ്ടി ഓടി വന്നോളാം എന്ന് പറഞ്ഞു. വന്നപ്പോൾ വൈകുന്നേരമായി. കുറച്ച് അത്ര കട്ടിയില്ലാത്ത കുറേ അധികം വാക്കുകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഒരു കട്ടപ്പെട്ടി ചിരവരയോളം എന്നൊക്കെയാണ് ആദ്യം എഴുതിയിരുന്നത്. അതിന് നമ്മൾ ചടപട എന്നൊക്കെ ആക്കി, ചട്ടപ്പട്ടയോളം എന്നൊക്കെ ആക്കി കുറച്ചൊക്കെ മാറ്റം വരുത്തി. ശ്രുതി ഇതായിരുന്നില്ല കേട്ടോ, ഷാനെ 5-നായിരുന്നു പാട്ട്. ഞാൻ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു ദീപക്, ഒരു നോട്ടൂടെ കൂട്ടി തരുമെന്ന് ചോദിച്ചു. അങ്ങനെ 6-നാക്കി. ഒരു പാടുമ്പോൾ ഒരു പഞ്ച് വരണ്ടേ, അപ്പം അങ്ങനെ 6-നാക്കി. അതിന് ശേഷമാണ് ഇത് പാടിയത്. ജില്ലയിലൊക്കെ പാടിയത് 5-നായിരുന്നു. അപ്പോൾ ആ ഒരു ശ്രുതി വെച്ച് അതായിരിക്കും ഞാൻ പാടുക എന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു നോട്ടൂടെ കൂട്ടിച്ചു പാടി വന്നപ്പോൾ കൊള്ളാം. മലയാള ഭാഷയ്ക്ക് കുറേയധികം അർത്ഥമില്ലാത്ത വാക്കുകൾ ഞങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ജിസ്മോയ്ക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു.
അതിൽ അഭിമാനിക്കാം. എന്ത് രസമല്ലേ? ദുന്യം, തുപ്ലോദയം, കുറേയധികം വാക്കുകള്. ഹുമേളനം, മീഷ്ടഗ്ലാന്തം നീയെ, ഉള്ളിൽ തുള്ളി ചാടും ചന്നം പീന്നം ചാട വാടയോളം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്റെ അവസ്ഥ എന്തായിരിക്കും എന്തെങ്കിലും ഒരു ധാരണ ഞാനിങ്ങനെ ആലോചിച്ചു, ചേട്ടാ ഇവർ ഇത് എങ്ങനെ വിഷ്വൽ എങ്ങനെ ഇത് ചിത്രീകരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോഴാണ് ഇതിന്റെ പാട്ട് വന്ന സമയത്ത് ഈ ധർമ്മജന്റെ എൻട്രിയും പാട്ട് അവർ നല്ല രസമാണ്. ആ ഒരു ബാറിന്റെ ആ ഒരു ഭാഗത്തുനിന്ന് അവിടെ നിന്നുള്ള ആ ഒരു വളരെ മനോഹരമായിട്ടുള്ള ചിത്രീകരണം വളരെ നന്നായിരുന്നു. രസമായിട്ട് വന്നു. ഈ ഡാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചതാണ്. ഓക്കെ ധ്യാൻ ചേട്ടാ, എന്തായിരുന്നു ആ വാക്ക്? തുപ്ലോദയം. ദ്രുണ്യം. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ദ്രുണ്യം എന്നുള്ള വാക്ക്. എന്താ ധ്യാൻ ചേട്ടാ ദ്രുണ്യം? എഴുതിയായിരിക്കണം ദ്രുണ്യത്തിന്റെ. ഞാൻ ധ്യാൻ ചേട്ടനാണല്ലോ ചോദിച്ചേ. ദ്രുണ്യത്തോ നിൻ മാറത്തോ എന്നാണ്. അപ്പൊ മാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് ദ്രുണ്യം. അപ്പൊ എന്തോ പ്രശ്നം. പിന്നെന്താ വേടൻ നേടിയ മലനിരയോ? വേടന്മാരൊക്കെ മലകളിലാണ്, അതുകൊണ്ടാണ് മലനിരയോ എന്ന് വെച്ചത്. തുപ്ലോദയം ആ വരി എന്തായിരുന്നു? തുപ്ലോദയം നീ അറിഞ്ഞു പെണ്ണെ പാരിക്ഷോപ്തി എന്നുള്ള വാക്കുണ്ട്. ഓ എന്താ ശരത് സാർ? അല്ല, തുപ്ലോദയം ചിലപ്പോ രാവിലെ തുപ്പുന്നുണ്ട്, ഉദയവും തുപ്പലും. നമ്മള് വൈകിട്ടാണ് വൈകുന്നേരമായിരുന്നു. എന്നാലും എന്റെ ജിസ്സേ ഭീകരം കേട്ടോ. ഓ, എഴുതി വല്ലാത്തൊരവസ്ഥയിലാക്കി കളഞ്ഞ. മനോഹരമായ വരികൾ. അതെ, പാടാൻ പറ്റി, വലിയ സന്തോഷം. ഇത് ജിസേ നമ്മുടെ ഇത് ഈ പാട്ട് കേൾക്കുമ്പോൾ വിചാരിച്ച് ഇങ്ങനെയൊക്കെ മലയാള വാക്കുകൾ കാണുമെന്ന്. നമുക്ക് കാര്യം എൻ്റെ അമ്മ മലയാളം BA ആണ്, അമ്മയുടെ മലയാളം എനിക്കുള്ളത്. അപ്പം ഞാൻ ഇതുവരെ ഇങ്ങനെ തുപ്ലോദയം ഒന്നും കേട്ടിട്ടില്ല, തുപ്പലെന്നൊക്കെ കേട്ടിട്ടുള്ളൂ. എന്ത് ചിലപ്പോൾ കാണുമായിരിക്കും എന്ന് പറഞ്ഞ് വിട്ടു. അത് എന്തൊക്കെയാലും അതിമനോഹരം, ഗംഭീരം. എനിക്ക് ആ റിപ്പബ്ലിക് ഡേയോ നീയോ അതില്ലേ, ഹാപ്പി ന്യൂ ഇയർ നീയും റിപ്പബ്ലിക് ഡേയോ, ഒരു ഹോളിഡേ ഇൻ അർമാദമോ. ഒരു ഹോളിഡേയിന് അർമാദമോ 100 കിൻഡൽ പൊന്നെ നിൻ തുത്തളാങ്കം കണ്ടേ. അതെന്താണ് തുത്തളാങ്കം? അല്ല, തുത്തളാങ്കം എന്ന് പറയണോ? അത് ഞാൻ പറയുന്നത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അത് വെളിയിൽ പറയാൻ കൊള്ളത്തില്ല. രജീഷ അതിന്റെ അർത്ഥങ്ങളിലേക്കൊക്കെ പോയി. അതിന്റെ മീനിങ് എന്തെങ്കിലും കിട്ടിയോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒട്ടിച്ചേർന്ന നെയ്ച്ചോറില്ലേ? ഒട്ടിച്ചേർന്ന നെയ്ച്ചോറ് നമ്മൾ ഡിസ്കോ ഓക്കെ. അപ്പൊ താങ്ക് യു അൻവറിക്ക, താങ്ക് യു സോ മച്ച്. ഓക്കെ.